എന്ത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് മുഖ്യമന്ത്രിക്കുണ്ടെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിച്ച തൃശൂർ അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചുകൊണ്ടായിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി. സാമ്പത്തിക പരിമിതികളിൽ സഹായിക്കാത്ത, കടമെടുക്കാൻ പോലും അനുവദിക്കാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ രജിസ്ട്രേഷൻ വകുപ്പിനെ കൂടുതൽ ജനകീയവൽക്കരിച്ച് കരുത്തുറ്റതാക്കാനുള്ള പരിപാടികളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പരിമിതികൾ സഹായിക്കുകയില്ല, അതിന് പണമെടുക്കാൻ പോലും അനുവാദം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത്. പക്ഷേ ഏത് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അതിനെല്ലാം അതിജീവിക്കാനുള്ള അതിജീവനത്തിന്റെ കരുത്തും ശക്തിയുമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുള്ളത് എന്നുള്ളത്. മുന്നോട്ട് പോകുന്നതിൽ യാതൊരു പ്രയാസമില്ല. സംസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ പ്രവർത്തിക്കുന്ന രജിസ്ട്രേഷൻ വകുപ്പ് അതിന്റെ കാര്യക്ഷമതയും അത് ഊർജ്ജസ്വലതയും കൂടുതൽ ജനകീയവൽക്കരിച്ചുകൊണ്ട് ഈ സ്രോതസ്സിന്റെ കരുത്തും ശക്തിയും കുറെ കൂടി കരുത്തുറ്റതാക്കാനുള്ള പരിപാടികളിൽ നാട്ടുകാരായ ഞങ്ങളുടെ സഹായങ്ങൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.87 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ചതാണ് അണ്ടത്തോട് സബ് രജിസ്റ്റർ ഓഫീസ് കെട്ടിടം. പുന്നയൂർകുളം പനന്തറയിൽ 4999 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പുന്നയൂർകുളം, പുന്നയൂർ, വടക്കേക്കാട് പഞ്ചായത്തുകളിലെ 6 വില്ലേജുകൾ അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തന പരിധിയിലാണ്. NK അക്ബർ MLA അധ്യക്ഷനായി. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടും വേദിയിൽ അരങ്ങേറി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ അന്തർദേശീയ സാഹിത്യോത്സവത്തിന് ഇന്ന് തൃശ്ശൂരിൽ തുടക്കമാകും. പ്രധാന വേദിയായ പ്രകൃതിയിൽ മുഖ്യമന്ത്രി ഓൺലൈനായാകും അന്തർദേശീയ സാഹിത്യോത്സവത്തിന് തുടക്കം കുറിക്കുക. 7 ദിനരാത്രങ്ങൾ ഇനി തൃശൂർ സാഹിത്യോത്സവത്തിലലിയും. ചൂടേറിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി വേദികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രകൃതി, മൊഴി, പൊരുൾ, അറിവ് എന്നീ വേദികളിലായി ഫെബ്രുവരി 3 വരെയാണ് സാഹിത്യോത്സവം. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 500ഓളം എഴുത്തുകാരും ചിന്തകരും പങ്കെടുക്കും. പൊതുമേഖലയിൽ നടക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ സാഹിത്യോത്സവമാണ് ഇതെന്നുള്ളതാണ്. 500 പ്രതിഭകൾ പങ്കെടുക്കും. 500-ലധികം പ്രതിഭകൾ പങ്കെടുക്കുന്നു. 107 സെഷൻസ് ഉണ്ട്. 6 ദിവസം കലാപരിപാടികളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ ബൃഹത്തായ ഒരു പരിപാടിയാണ് സാഹിത്യ അക്കാദമി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. P. പത്മനാഭനെയും MD വാസുദേവൻ നായരെയും പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള മലയാളം എഴുത്തുകാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള അനേക പ്രതിഭകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വിദേശികളായിട്ടുള്ള എഴുത്തുകാരുണ്ട്, അന്യസംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളുണ്ട്. 700-ലധികം ആളുകൾ ഡെലിഗേറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡെലിഗേറ്റ്സ് അല്ലാത്ത ആളുകൾക്കും ഇതിൽ സ്വതന്ത്രമായി പങ്കെടുക്കാൻ കഴിയും. വൈകുന്നേരം 4:30 ബഷീറിന്റെ പേരിലുള്ള പ്രധാന വേദിയായ പ്രകൃതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. സാറ ജോസഫ് പതാക ഉയർത്തും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.